അരമണിക്കൂർ കയ്യിലെടുക്കാനുണ്ടോ? എന്നെന്തേ നമുക്ക് കിടിലൻ പായസം ഉണ്ടാക്കാം. 1 കപ്പ് പച്ചരി, 1/2 കപ്പ് ചെറുപയർ പരിപ്പും കൂടിയിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കാം. എന്നിട്ട് ഒരു അരമുറി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്ത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് അതിനേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കണം. ശർക്കരപ്പാനി ഒരു 2 കപ്പ് മതിയായിരിക്കും കേട്ടോ. അപ്പോഴത്തെ കുക്കറിനകത്തുണ്ടായിരുന്ന അരിയും പരിപ്പും വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 3-ാം പാലും 2-ാം പാലും കൂടി മിക്സ് ചെയ്ത് ഒഴിക്കാം. പിന്നെ അതിന് ശേഷം ശർക്കരപ്പാനി 2 കപ്പുള്ളത് അരിച്ചൊഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് ജീരകവും കുറച്ച് ഏലക്കയും കൂടിയിട്ട് നന്നായിട്ട് പൊടിച്ച് അതിനകത്തോട്ട് ചേർക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പായസം നന്നായിട്ട് തിളച്ച് വരുന്നിടം വരെ ഇളക്കി യോജിപ്പിക്കാം. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പിടണം. ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ടാട്ടോ അവസാനം നമ്മുടെ 1-ാം പാൽ എടുത്ത് വെച്ചിരിക്കുന്നതും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്കൂൾ വിട്ട് വരുമ്പോൾ കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ശരിക്കും പായസം ഉണ്ടാക്കിയത്. എന്തൊക്കെ പറഞ്ഞാലും ആകെ അരമണിക്കൂറേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തട്ടിക്കൊട്ടി ഉണ്ടാക്കിയ പായസം ആയതുകൊണ്ട് സൂപ്പർ ടേസ്റ്റായിരുന്നു. നമ്മൾ ഒരുപാട് നേരം പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയാലൊന്നും ഇത്ര ടേസ്റ്റ് കിട്ടൂലെന്നേ. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കഴിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സും നിറഞ്ഞു, അവരുടെ വയറും നിറഞ്ഞു. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള നല്ല വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു. ടാറ്റ ബൈ ബൈ. സി യു.